ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നല്ല തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ ഈശോ നമ്മോട് പറയുന്നത് തൻ്റെ കുടുംബചരിത്രമാണ്. തൻ്റെ തറവാട്ടിൽ ആരൊക്കെയുണ്ട് എന്ന ഈശോ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം ഈശോയുടെ വംശാവലി ഗ്രന്ഥമാണ്. 42 തലമുറകളെ കുറിച്ചുള്ള പ്രതിപാദനമാണ്. അബ്രഹാം മുതൽ ഈശോയുടെ കാലഘട്ടം വരെ 2000 വർഷങ്ങളാണ് കണക്കാക്കപ്പെടുന്നത്. ഈ 2000 വർഷങ്ങളിൽ കേവലം 42 തലമുറകളല്ല, കൂടുതൽ തലമുറകളുണ്ട്. എങ്കിലും 42 പേരുടെ പേരുകൾ വിശുദ്ധ മത്തായി പിക്ക് ചെയ്ത് എഴുതി അത് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ തലമുറകളിൽ, ഈ വംശാവലി ഗ്രന്ഥത്തിൽ നമുക്കറിയാം, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. ഈ വംശാവലി ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധരായി ജീവിച്ചവരുണ്ട്, വ്യഭിചാരവൃത്തി ചെയ്തുകൊണ്ടിരുന്നവരുണ്ട്. ഈ വംശാവലി ഗ്രന്ഥത്തിൽ വിജാതീയരുണ്ട്, സ്വജാതീയരുണ്ട്, യഹൂദരുണ്ട്. അങ്ങനെ എല്ലാവരും ഉള്ള പ്രശസ്തരായവരുണ്ട്. ചില പേരുകൾ നമുക്ക് പ്രശസ്തരായിട്ടുള്ളവരുടെ പേരുകളാണ്. അബ്രഹത്തിന്റെ പേര്, അതുപോലെ ദാവീദിന്റെ പേര്, പ്രശസ്തരായ വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകാത്ത, ഓർമ്മയിൽ നിൽക്കാത്ത പേരുകളുണ്ട്. പറഞ്ഞു വരുന്നത്, ഈ ഈശോയുടെ കുടുംബം എല്ലാവരുമുള്ള കുടുംബമാണ്. ഈശോ തന്റെ കുടുംബചരിത്രം എഴുതുമ്പോൾ ആരെയും മാറ്റി നിർത്തുന്നില്ല എന്നതാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈശോയുടെ കുടുംബചരിത്രം, അതുവരെയുള്ള ചരിത്രം അങ്ങനെയാണെങ്കിൽ ഇനി മുൻപോട്ടുള്ള ചരിത്രത്തിലും ആരൊക്കെ ഉണ്ടാകും? ഇനി മുൻപോട്ടുള്ള ചരിത്രത്തിലും ഈശോ ആഗ്രഹിക്കുന്നത് എല്ലാവരെയും ഉൾപ്പെടുത്താനാണ്. നമ്മെ ഓരോരുത്തരെയും തന്റെ കുടുംബചരിത്രത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, എന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്റെ മാതാവും എന്റെ അമ്മയും എന്റെ സഹോദരരും എന്ന്. ഒരിക്കൽ കൂടെ കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് ആഗ്രഹിക്കേണ്ടത്, ഈശോയുടെ കുടുംബത്തിന്റെ ഭാഗമായി എനിക്ക് മാറണം. ഈശോയ്ക്ക് ജന്മം നൽകുന്ന ആ ഒരു പ്രക്രിയയിൽ, ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന പ്രക്രിയയിൽ എനിക്ക് വളരെ ക്രിയാത്മകമായി പങ്കുചേരണം. ഉൾക്കൂട്ടിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഈ ആഗമനകാലത്തിന്റെ ഒരു 2ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വളരെ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ, അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ തീഷ്ണതയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുക, ക്രിസ്തുവിന്റെ സാന്നിധ്യമായി മാറുക എന്ന ആ ദൗത്യം കൂടുതൽ തീഷ്ണതയോടുകൂടെ നമുക്ക് ഏറ്റെടുക്കാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. ക്രിസ്തു നമ്മളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ഉള്ളിലെ പാപം, നമ്മുടെ ചില ഘടകങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ തടസ്സങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും തടസ്സം മാറണം എന്ന് പറയാറുണ്ട്. എന്തിന്റെ തടസ്സമാണ് മാറേണ്ടത്? ജോലി കിട്ടുന്നതിന്റെ തടസ്സമെന്നതിനേക്കാൾ, വിവാഹം നടക്കുന്നതിന്റെ തടസ്സമെന്നതിനേക്കാൾ, ക്രിസ്തു നമ്മളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് ചില കാര്യങ്ങൾ തടസ്സമായി നിൽക്കുന്നുണ്ട്. നമ്മുടെ പാപത്തിന്റെ മേഖലകൾ, അസ്വസ്ഥതകൾ. അപ്പോൾ ആ മേഖലകൾ മാറുന്നതിന് വേണ്ടി നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിന്റെ കുടുംബത്തിന് കളങ്കം വരുത്തുന്ന രീതിയിൽ കുടുംബാംഗങ്ങളായ നമ്മൾ ചില സമയങ്ങളിൽ വ്യാപരിച്ചു പോയതിനെ ഓർത്ത് അനുദപിക്കാം.
ദൈവസ്നേഹത്തിനെതിരെ പരസ്നേഹത്തിനെതിരെ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് അനുദപിച്ച് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം. ഈശോയേ, ഈശോയേ, ഈശോയേ,